ഒരു 2 മാസത്തിന് മുമ്പ് എനിക്കൊരു അപ്ഡേറ്റ് വന്നു. അസാസിൻസ് ക്രീഡിന്റെ ഫ്രാഞ്ചൈസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രാഞ്ചൈസ് ആയ ബ്ലാക്ക് ഫ്ലാഗിന്റെ റീമേക്ക് വരുന്നുണ്ടെന്നുള്ള ഒരു റൂമർ എനിക്ക് ഒരു 2 മാസത്തിന് മുമ്പേ ഒരു അപ്ഡേറ്റ് വന്നു. ആ അപ്ഡേറ്റ് ആണ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇത് ജസ്റ്റ് ഫേക്ക് റൂമർ ആണെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വിട്ടു. പിന്നീട് ഈ ഒരു റൂമർ പതിയെ കൺഫേം ആവാൻ തുടങ്ങി. അപ്പം എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഗെയിമിന്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നു. അങ്ങനെ പതിയെ ഗെയിം കൺഫേം ആണെന്നുള്ള രീതിയിലായി. എന്നിട്ട് യൂബിസോഫ്റ്റ് ഗെയിം ഒഫീഷ്യലി കൺഫേം ചെയ്തു. അപ്പം ഈ ഒരു ഗെയിം 2026 നമുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിം വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഗെയിം വാങ്ങണോ വേണ്ടയോ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഗെയിം അസാസിൻസ് ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ് റീസിങ്ക്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗെയിമിൻ്റെ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. ആ ഒരു പോസിറ്റീവ് സൈഡ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഗെയിം വാങ്ങിക്കണോ വേണ്ടയോ. പുതിയ മിഷൻസും എക്സ്ട്രാ കോണ്ടന്റ്, അങ്ങനെ കുറെ സൈഡ് മിഷൻസ് ആയിക്കോട്ടെ, കുറെ അധികം സ്റ്റോറി എലമെന്റ്സും ഈ ഗെയിമിലും ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഗെയിമിൽ നമുക്ക് കൂടുതൽ കുറെ ക്യാരക്ടേഴ്സും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൂസി, ബാൾവിൻ, ദ പാഡ്രെ, ഡെത്ത്മാൻ, സ്മിത്ത് എന്ന് പറയുന്ന ഈ 3 ക്യാരക്ടേഴ്സ്, കമ്പേനിയൻ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് മിഷൻസ് കളിക്കും തോറും ഇവരെയൊക്കെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടേഴ്സിനെ അൺലോക്ക് ചെയ്താലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാക്ക് ഡവ് എന്ന് പറയുന്നത് നമ്മുടെ അസാസിൻസ് ക്രീഡിലുള്ള ഷിപ്പിനെയാണ് ജാക്ക് ഡവ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജാക്ക് ഡവ് അസാസിൻസ് ക്രീഡിലുള്ള ഈ ഒരു 3 ക്യാരക്ടേഴ്സ് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള എക്സ്ട്രാ അപ്ഗ്രേഡ്സും നമുക്ക് കിട്ടും. അപ്പം അപ്ഗ്രേഡ്സ് മാത്രമല്ല, ജാക്ക് ഡവിന്റെ ടെക്സ്ചറും അതിന്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയതിനെക്കാട്ടിലും കുറച്ചും കൂടെ മെച്ചപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ആ ഒരു ലൈറ്റിങ്ങും ആ ഒരു ടെക്സ്ചറും അത്ര ഒരു എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല നിങ്ങൾക്ക്. പക്ഷെ കുറച്ച് ഡീസെന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. ഗ്രാഫിക്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ ഗെയിമിൽ എനിക്ക് ഗ്രാഫിക്സും ലൈറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവര് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഒരു പടി മുന്നിലോട്ടും ഇല്ല പിന്നിലോട്ടും ഇല്ല. അത്യാവശ്യം നീറ്റായിട്ട് അവർ പരിപാടി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇപ്പോഴത്തെ റേ ട്രേസിംഗ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെതർ ആയിരുന്നാലും മെക്കാനിസം ആയിരുന്നാലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മടുപ്പ് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൽ. ലാൻഡിൽ നിന്ന് നമ്മൾ ഷിപ്പിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ലോഡിങ് വരും. അതൊക്കെ ഇത് ഫുള്ള് എടുത്ത് ഇവർ മാറ്റിക്കളഞ്ഞു. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് എവിടെ ആണെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഷിപ്പിലോട്ട് ഒരു ഫാസ്റ്റ് ട്രാവൽ അടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കുറെ ഫീച്ചേഴ്സും ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല അത്യാവശ്യം ആവശ്യമുള്ള ഫീച്ചറാണ്. കാരണം ചിലപ്പോ ഒക്കെ നമ്മൾ എവിടെങ്കിലും നിൽക്കും, നമ്മൾ പിന്നെ ബോട്ടിന്റെ അടുത്തോട്ട് ഓടി വരണം, അവിടെ നിന്ന് നമ്മൾ പിന്നെ ബോട്ടിൽ കയറണം, പിന്നെ ഷിപ്പ് എടുക്കണം. നല്ല രീതിക്ക് ഇറിറ്റേറ്റ് ആവുന്ന ഒരു പരിപാടിയായിരുന്നു അത്. ബ്ലാക്ക് ഫ്ലാഗ് കളിച്ചവർക്ക് അത് അറിയാൻ പറ്റും. ആ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പല് ഇതേപോലെ കുറെ ദൂരം ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർക്കേഴ്സ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന വർക്കേഴ്സ് ഒക്കെ പാട്ട് പാടാറുണ്ട്. അതേത് പാട്ട്? Leave her, Johnny, leave her. Oh, leave her, Johnny, leave her. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിനെ സീ ഷാൻഡി സോങ്സ് എന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ സോങ്സ് ഒക്കെ നമുക്ക് ഇനി തൊട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വേണമെങ്കിൽ വെച്ച് കേൾക്കാം എന്നുള്ള രീതിയിലുള്ള ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു റേഡിയോ പോലത്തെ ഒരു ഫീച്ചർ. ഇപ്പൊ GTA കാറിൽ കയറി നിന്നിട്ട് റേഡിയോ ഓണാക്കിയിട്ട് പാട്ടിടുന്ന പരിപാടി ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെ കപ്പലിൽ കയറിയാൽ നമുക്ക് ഇടാൻ പറ്റും. സത്യം പറഞ്ഞ ഒരു റേഡിയോ പരിപാടി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഏതോ തുടർ നാടകമാണ്. നമ്മുടെ ഫ്യൂച്ചറിലുള്ള ആൾക്കാർ അസാസിൻസിന്റെ DNA ഉപയോഗിച്ച് അവരുടെ ഒരു ദിവസം തന്നെ റീകോൾ ചെയ്യുന്നത് പോലെയാണ് പ്ലോട്ട് ഉണ്ടായിരുന്നു നമ്മളെ ഒറിജിനൽ ബ്ലാക്ക് ഫ്ലാഗിൽ. പക്ഷെ ഇപ്പം ആ പ്ലോട്ടിനെ എടുത്ത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പാവം നമ്മുടെ ഡസ്റ്റ്ബിനെ അവര് തട്ടിക്കളഞ്ഞു. അസാസിൻ 3 പുള്ളിക്കാരൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. ആ മണ്ടത്തരം കാണിച്ചതിന് ശേഷം പുള്ളിക്കാരന്റെ ജീവൻ തന്നെ പോയടാ. മായാ മാറാത്ത മാറത്തുള്ള മായേ, നൂറ് കേറാത്ത നാരിൽ കേറും നൂറേ. അപ്പൊ അതിനുശേഷം ഉള്ള ഒരു ഗെയിം വരുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ മരിച്ചു, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ കാണിച്ചിട്ടാണ് വന്നത്. അപ്പം ഈ ഒരു ഗെയിമിൽ ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ആനിമസ് എലമെന്റ്സ് ഒക്കെ കുറച്ചും കൂടെ എൻഗേജിങ് ആവുള്ളൂ. പക്ഷെ ഡസ്റ്റ്ബിൻ ഇല്ലാത്തതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞത് ഒരു നല്ല കാര്യമാണ്. അതിനെക്കാട്ടിലും ഒരു അലമ്പ് പരിപാടിയാണ് ഡസ്റ്റ്ബിനെ കൊന്നത്. ഇതങ്ങനെ പോയാൽ ഇതൊരു നല്ലൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെയോ അല്ല, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയോ അല്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പിന്നെ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻ സീനാണ് അപ്ഡേറ്റഡ് ഗ്രാഫിക്സിൽ വേറെ ലെവലായിട്ടാണ് അണ്ടർഗ്രൗണ്ട് വാട്ടറും വ്യൂ എന്നൊക്കെ പറയുന്നത്. കുറെ അധികം ഡീറ്റെയിലിംഗ് ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. നേരത്തെ ഗെയിമിലാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈവും കാര്യങ്ങളൊക്കെ അകത്തോട്ട് പോകേണ്ട ഒരു ബട്ടണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ഗെയിമിന്റെ അകത്ത് അതുണ്ട്. നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് കയറി ഡൈവ് അടിച്ച് ട്രഷറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഈ ഗെയിമിന്റെ കുറെ നെഗറ്റീവ്സ് ആണ്. ഈ ഒരു ഗെയിമിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗെയിമിന്റെ കോമ്പാക്ടിങ് സിസ്റ്റം. കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് ഇത് വാവ് കൊള്ളാം കിടിലം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ബ്ലാക്ക് ഫ്ലാഗ് അത്യാവശ്യം കളിച്ചിട്ടുള്ളതുകൊണ്ട് ഒറിജിനലായിട്ട് ആ ഒരു ഗെയിം തന്ന കോമ്പാക്ടിങ് സിസ്റ്റത്തിന്റെ ഫീൽ എനിക്ക് ഇതിലൊന്നും കിട്ടുന്നില്ല. കാരണം ഇത് അസാസിൻസ് ക്രീഡ് ഷാഡോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിലുള്ള അതേ കോമ്പാക്ടിങ് സിസ്റ്റമാണ്. എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല. അത് ഇങ്ങോട്ട് ഇവര് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം ഇത് എത്രത്തോളം പ്ലേയേഴ്സുമായിട്ട് കണക്ട് ആവും എന്നുള്ള ഒരു രീതിയൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് പേഴ്സണലി ഈ കോമ്പാക്ടിങ് സിസ്റ്റം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ചെറിയ സ്ഥലത്തൊക്കെ ലാഗ് ആയിട്ടൊക്കെയാണ് തോന്നിയത്, ഫീൽ ചെയ്തത്. ആ ഒരു പഴയ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ക്രൗച്ച് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു നെഗറ്റീവ് രീതി എന്നേ ഞാൻ പറയൂ. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവർ ഇത് യൂസ് ചെയ്യുമ്പം ഇവർ ചുമ്മാ ഇത് ക്രൗച്ച് ചെയ്യും. കൂടുതൽ കസ്റ്റമൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിമിന്റെ ഒരു എസ്തറ്റിക് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് പിന്നെ വേറെ ഏതോ ഒരു മോഡേൺ ഗെയിം നമ്മൾ കളിക്കുന്ന ഒരു ഫീൽ വരും. ഈ ഒരു ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ ആണ് ബ്ലാക്ക് ഫ്ലാഗിനെ ഡിഫറെന്റ് ആക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ കളിക്കുമ്പം നമുക്ക് ഈ ഗെയിമിന്റെ സ്റ്റെൽത്ത് ഗിൽസ് എടുക്കുമ്പം അതൊക്കെ ഒരു ഡിഫറെന്റ് ഫീലാണ്. പക്ഷെ ഇങ്ങനത്തെ നമ്മൾ ഇങ്ങനെ ക്രൗച്ച് ചെയ്യാൻ ഒരു ബട്ടൺ, കവർ എടുക്കാൻ വേറൊരു ബട്ടൺ, അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വൻ ബോറായി പോകും. ഈ ഗെയിമിന്റെ ടോട്ടൽ ഫീലും പോകും. നമുക്ക് ഗെയിം പ്ലേ ഒന്നും തീരെ എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ നിങ്ങൾ കോർ എലമെന്റ്സ് ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെയാണ്. ഇതിന്റെ അകത്ത് ഹിഡൻ ബ്ലേഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അസാസിൻസ് ഉപയോഗിക്കുന്ന ഒരു ഹിഡൻ ബ്ലേഡ് എന്ന് പറയുന്ന സാധനം. ആ ഒരു ഐറ്റം പോലും ഇതിൽ നമുക്കൊരു സെപ്പറേറ്റ് വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നമ്മൾ സ്വാഡ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടൂളായിട്ട് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു ഹിഡൻ ബ്ലേഡ് നമുക്കൊരു ടൂളായിട്ട് ഉപയോഗിച്ച് എനിമീസിനോട് ഫൈറ്റ് ചെയ്യാൻ ഈ ഒരു അസാസിൻസ് ക്രീഡ് റീസിംഗിൽ പറ്റത്തില്ല. നേരത്തെ എങ്ങനെയാണ് നമ്മളൊരു ബ്ലാക്ക് ഫ്ലാഗിലാണെങ്കിൽ നമ്മളൊരു ടൂളായിട്ട് ഇങ്ങനെ നമുക്ക് ഹിഡൻ ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് അടുത്തുള്ള എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഹിഡൻ ബ്ലേഡ് കാണും വെറും ഒരു സേഫ്റ്റി ടൂൾ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സ്റ്റെൽത്ത് ഗിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാരക്ടർ തന്നെ യൂസ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതൊരു വെപ്പണായിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ എങ്ങനെ നിനക്ക് സാധിക്കുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വെപ്പൺ പിക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എനിമി ആണെങ്കിൽ ഒരു തോക്കോ ഗണ്ണോ എന്തെങ്കിലും നൈഫോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ വെപ്പൺ നമുക്ക് എടുത്തിട്ട് അവരെ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവമൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരുമായി പൂമാനമേ. ഗൈസ്, പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് പാർക്ക് ഓവർ. ആദ്യത്തെ ഒരു ഗെയിം പ്ലേ ഫുട്ടേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പാർക്ക് ഓവർ കുറച്ച് ശോകമായിരുന്നു. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന ഗെയിം പ്ലേയിലൊക്കെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ ആനിമേഷൻസ് എല്ലാം പക്ക ക്ലിയർ ആണ്. സോ ഒരു അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി പാർക്ക് ഓവർ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സൈഡ് മിഷൻസ് ചെയ്യുമ്പോൾ ക്യാരക്ടറിന്റെ കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻസും ആനിമേഷൻസ് ഒക്കെ കുറച്ച് അൺഈവനായിട്ട് തോന്നുന്നു എന്നൊക്കെയാണ് കളിച്ചവർ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഗെയിം കളിച്ചിട്ടില്ല ഇതുവരെ. യൂബിസോഫ്റ്റ് തന്നാൽ ഞാൻ കളിച്ചിട്ട് വേണമെങ്കിൽ റിവ്യൂ പറയാം. തെക്കോട്ട് നോക്കിയിരുന്നോ?